ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ പാർട്ടി മുസ്ലിം ലീഗാണ്. ആകെ മത്സരിച്ച 27 സീറ്റിൽ 22ഇടത്തും വിജയത്തേരോട്ടം നടത്തിയാണ് തെരഞ്ഞെടുപ്പിലെ ലീഗിന്റെ പ്രകടനം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റക്കക്ഷിയായി 63 സീറ്റ് നേടിയ കോൺഗ്രസിനും 26 സീറ്റ് നേടിയ CPM-നും പിന്നിലാണ് 22 സീറ്റുമായി മുസ്ലിം ലീഗ് സ്ഥാനമുറപ്പിച്ചത്. 20 സീറ്റ് നേടി 2011-ൽ നേടിയ റെക്കോർഡാണ് ഇത്തവണ ലീഗ് തിരുത്തിയത്. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി നേടിയ സംസ്ഥാന ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം ലീഗിന്റെ വിജയത്തിളക്കത്തിന് മാറ്റുകൂട്ടുന്നതാണ്. 2021-ൽ മട്ടന്നൂരിൽ KK ശൈലജ സ്വന്തമാക്കിയിരുന്ന 60,963 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന റെക്കോർഡാണ് കുഞ്ഞാലിക്കുട്ടി മറികടന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ കുറ്റിപ്പുറത്തും വേങ്ങരയിലും വിജയകിരീടം ചൂടിയ കുഞ്ഞാലിക്കുട്ടി പരാജയഭയം മൂലമാണ് വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് ചേക്കേറിയതെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുടെ വായടപ്പിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. കുഞ്ഞാലിക്കുട്ടി നേടിയ 85,327 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പിണറായി വിജയൻ നേടിയ ആകെ വോട്ടുകളുടെ എണ്ണമെന്നതും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി ഫാത്തിമ തെഹലിയ നേടിയ വിജയമാണ് ലീഗിന്റെ മറ്റൊരു നാഴികക്കല്ല്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 2 വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. അതിൽ പേരാമ്പ്രയിൽ കന്നിപ്പോരാട്ടത്തിലാണ് തെഹലിയ LDF കൺവീനർ TP രാമകൃഷ്ണനെ 5000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. തെഹ്ലിയയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലീഗിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ മറികടന്ന് നേതൃത്വത്തിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു ആ വിജയം. മലബാറിലെ കോട്ടകൾ സംരക്ഷിക്കുന്നതിനൊപ്പം പുതിയ മണ്ഡലങ്ങളിലേക്ക് സ്വാധീനം വ്യാപിപ്പിക്കാനായതും ലീഗിന്റെ സംഘടനാ മികവായി കണക്കാക്കാനാകും. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും UDF തൂത്തുവാരുന്നത് 4 പതിറ്റാണ്ടിന് ശേഷമാണ്. അതിൽ നിർണായക പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗാണെന്നതിൽ ആർക്കും സംശയമില്ല. 27,131 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ മന്ത്രി B അബ്ദുറഹ്മാനിൽ നിന്ന് PK നവാസ് താനൂർ പിടിച്ചെടുത്തത്. 24,137 വോട്ടിനാണ് കുറുക്കോളി മൊയ്തീൻ തിരൂർ ലീഗിന്റെ കോട്ടയെന്ന് വീണ്ടും തെളിയിച്ചത്. വേങ്ങരയിൽ KM ഷാജി, ഏറനാട്ടിൽ PK ബഷീർ, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, മഞ്ചേരിയിൽ M റഹ്മത്തുള്ള, മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം തുടങ്ങിയവരും മിന്നും ജയം നേടി. അതേസമയം വെറും 349 വോട്ടുകൾക്കാണ് ലീഗ് സ്ഥാനാർത്ഥി കരീം ചേലേരിക്ക് അഴീക്കോട് മണ്ഡലം നഷ്ടമായത്. നഷ്ടപ്പെട്ടിടത്തെല്ലാം കുറഞ്ഞ വോട്ടുകൾക്കാണ് ലീഗ് പരാജയപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ്. K സുരേന്ദ്രന്റെ സാധ്യതകൾ അടച്ചാണ് AKM അഷ്റഫ് മഞ്ചേശ്വരത്ത് വിജയിച്ചത്. അതോടൊപ്പം തൃക്കരിപ്പൂരിലെയും നാദാപുരത്തെയും മറ്റും കോൺഗ്രസിന്റെ അട്ടിമറി വിജയങ്ങൾക്ക് പിന്നിലും ലീഗിന്റെ കരുത്ത് പ്രകടമായിരുന്നു. 2016-ലും തുടർന്ന് 2021-ലും ഭരണം നഷ്ടമായതോടെ ലീഗ് UDF-ൽ അസ്വസ്ഥരാകും എന്ന രീതിയിൽ വന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ തള്ളിയാണ് VD സതീശന്റെ ടീം UDF-ന്റെ ഫയർ ബ്രാൻഡായി ലീഗ് മാറിയത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ UDF-ന് വേണ്ടി ബൂത്ത് തലത്തിൽ ലീഗ് നടത്തിയ പരിശ്രമം ആത്യന്തികമായി UDF-ന് വലിയ മേൽക്കൈ നേടിക്കൊടുത്തു എന്ന നിരീക്ഷണങ്ങളും ശക്തമാണ്. UDF സർക്കാരിലെ 2ാം നമ്പർക്കാർ ലീഗിന് തന്നെയെന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ PMA സലം പറഞ്ഞിരുന്നു. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മലപ്പുറത്തിന്റെ സ്വന്തം കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിച്ചേക്കുമോ എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന പ്രധാന വിഷയം.